CPIM-ൽ ശൈലി മാറ്റം വേണമോ എന്നുള്ളത് പരിശോധിക്കണമെന്ന് VPP മുസ്തഫ റിപ്പോർട്ടറിനോട് പറയുകയാണ്. തൃക്കരിപ്പൂരിൽ പരമ്പരാഗതമായ പാർട്ടി വോട്ടുകളിൽ പോലും ചോർച്ചയുണ്ടായിട്ടുണ്ട്. എന്താണ് അതിനുള്ള കാരണമെന്ന് അടിമുട്ടി പരിശോധിക്കുമെന്നും VPP മുസ്തഫ പറഞ്ഞു. തീർച്ചയായിട്ടും അത് എല്ലായിടത്തേതും എന്നപോലെ ഈ മണ്ഡലത്തിലും സ്വാഭാവികമായിട്ടുമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ നമ്മളിതുവരെ തോൽക്കാത്തൊരു മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് സംസ്ഥാനത്താകെ ഉണ്ടായതുപോലെ CPIM-ന്റെ പരമ്പരാഗത വോട്ടുകളിൽ കുറച്ച് ചോർച്ചയും ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടായതുപോലെ തീവ്രമായ ചോർച്ചയുണ്ടായില്ല. എന്തുകൊണ്ട് നമ്മളിതുവരെ നിലനിർത്തി പോരുന്ന മണ്ഡലങ്ങളിൽ ഇങ്ങനെയൊരു പിറകോട്ട് പോക്കുണ്ടായി? പാർട്ടിയുടെ ആകെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചിട്ടുണ്ടായ പോരായ്മ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അരുൺ പൂപ്പറമ്പയോട് ചോദിക്കാം. അരുൺ, തീവ്രമായൊരു ചോർച്ച തന്നെ പാർട്ടി വോട്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. VPP മുസ്തഫ ഇപ്പോൾ പുറത്തു പറയുന്നതിനേക്കാൾ വലിയ ചർച്ച അകത്ത് നടക്കുന്നുണ്ടാവും. കാരണം കണ്ണൂരിന് എങ്ങനെയാണോ പയ്യന്നൂർ, തളിപ്പറമ്പ്, അതുപോലെയാണ് തൃക്കരിപ്പൂർ, കാസർഗോഡിന് 20,000 25,000 വോട്ട് ഭൂരിപക്ഷത്തിന് എല്ലാ തവണയും തുടർച്ചയായി നിയമസഭയിലേക്ക് MLA അയക്കുന്ന CPM-ന്റെ ഉരുക്ക് കോട്ടയാണ് തൃക്കരിപ്പൂർ. അവിടെയാണ് ഇത്തരത്തിൽ പാലക്കാട് നിന്ന് വന്നൊരു സന്ദീപ് വാര്യർ 4,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും പാർട്ടി വോട്ടുകൾ നിരന്തരം നല്ല രീതിയിൽ തന്നെ ചോർന്നു പോയിട്ടുള്ള അതിനുള്ള കാരണം അവർ കണ്ടുപിടിക്കണം. അപ്പോൾ ശൈലി മാറ്റേണ്ടത് ആരാണ്? പാർട്ടിക്കുള്ളിൽ എന്ത് തരത്തിലുള്ള സ്വയം വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നതാരും? ഷിഹാസ്, തീർച്ചയായും CPM നേതൃത്വം ഒരു ഘട്ടത്തിലും തൃക്കരിപ്പൂരിൽ ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാകും എന്ന് കരുതിയിരുന്നില്ല. സംസ്ഥാനമാകെ CPM-നും LDF-ന് വലിയ തിരിച്ചടി ഉണ്ടായി. പ്രത്യേകിച്ച് CPM-ന്റെ കേന്ദ്രങ്ങളിൽ കണ്ണൂരിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതിന് സമാനമായി തന്നെ തൃക്കരിപ്പൂരിലും പാർട്ടി കേന്ദ്രങ്ങളിൽ വലിയ നിലയിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ തന്നെ CPM സമ്മതിക്കുകയാണ്. പ്രത്യേകിച്ച് തൃക്കരിപ്പൂരിൽ നമ്മൾ പരിശോധിച്ചാൽ തൃക്കരിപ്പൂരിലെ തന്നെ കയ്യൂർ, ചീമേനി, ചെറുത്തൂർ, നീലേശ്വരം ഉൾപ്പെടെയുള്ളവ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളാണ്. ഇവിടെയെല്ലാം സന്ദീപ് വാര്യർ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് പരമ്പരാഗതമായിട്ടുള്ള പാർട്ടി വോട്ടുകളിൽ തന്നെ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് VPP മുസ്തഫ സമ്മതിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയത് പൊതുവായിട്ടുള്ള പാർട്ടിയുടെ ശൈലിയിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് തൃക്കരിപ്പൂരിലെ മാത്രം കാര്യമല്ല, മറ്റ് ഇടങ്ങളിൽ, മറ്റു മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഈ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ തിരിച്ചടി അതിനെ സംബന്ധിച്ചാണ് പൊതു ഒരു പശ്ചാത്തലത്തിലാണ് അത്തരം ഒരു പ്രതികരണം VPP മുസ്തഫ നടത്തിയിട്ടുള്ളത്. തൃക്കരിപ്പൂരിലാണെങ്കിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട, അതായത് 6 പതിറ്റാണ്ടിന് ശേഷമാണ് LDF-ൽ നിന്ന് ഈ മണ്ഡലം നഷ്ടമാകുന്നത്. അപ്പോൾ തോൽക്കാത്തൊരു മണ്ഡലത്തിൽ, ശക്തി കേന്ദ്രമായ ഒരു മണ്ഡലത്തിൽ, കഴിഞ്ഞ തവണ 26,000-ലധികം വോട്ടിന് ജയിച്ചൊരു മണ്ഡലത്തിൽ ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടായത് എങ്ങനെയാണ് എന്ന് കൃത്യമായി പരിശോധന നടത്തും. അത് ശൈലി മാറ്റമാണെങ്കിൽ ആ നിലയിലുള്ള വലിയ തിരുത്തൽ നടപടി ഉണ്ടാകും എന്ന തരത്തിലാണ് CPM-ന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ പ്രതികരണം ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി ഏതൊക്കെ വ്യക്തികളാണ് ശൈലി മാറ്റേണ്ടത്? പാർട്ടിയുടെ പ്രവർത്തന ശൈലി ഏത് തരത്തിലാണ് മാറേണ്ടത്? അണികൾ കൃത്യമായി തന്നെ താക്കീത് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ പാർട്ടിയെ പൂർണ്ണമായും കേരള ജനത പടിക്ക് പുറത്ത് നിർത്തുന്നു എന്നൊന്നും കരുതാൻ വയ്യ. 2001 ഇതിനേക്കാൾ വലിയൊരു തോൽവി CPM-ന് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവർ തിരിച്ചു വന്നിട്ടുണ്ട്. 2016 മുതൽ 2026 വരെ തുടർച്ചയായി 10 വർഷം കേരളം ഭരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഉറപ്പായും തെറ്റ് തിരുത്തുകയും പാളിച്ചകൾ മനസ്സിലാക്കുകയും ചെയ്താൽ ഇടത് മണ്ണാണ് കേരളം. ഉറപ്പായും ഇരു കൈയും നീട്ടി വീണ്ടും CPM-ന് ഇടതുപക്ഷത്തെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.